എല്ലാ പ്രേക്ഷകർക്കും ഒരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് തുടങ്ങട്ടെ. ഇന്ന് നവംബർ മാസം 15-ാം തീയതിയാണ്. അപ്പോൾ മോർണിംഗ് വാക്കിന്റെ ഇന്നത്തെ ദിവസം നമ്മൾ എവിടെയാണുള്ളത് എന്ന കാര്യം ഇന്നത്തെ പ്രേക്ഷകരുമായി പങ്കുവച്ചതാണ്. ഇനി അല്ല, അതറിയാത്ത പ്രേക്ഷകർക്ക് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാകും. ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് പാലക്കാട് ജില്ലയിലെ കൽപ്പാത്തിയിലാണ്. പ്രേക്ഷകർക്ക് അറിയാമല്ലോ, അതെ, ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന കൽപ്പാത്തിയാണ്. അപ്പോൾ നമുക്ക് പിന്നിൽ കാണുന്നത് കൽപ്പാത്തിയിലെ തേരുകളിൽ ഒന്നാണ്. ഇത് നല്ല മനോഹരമായിട്ട് അതിങ്ങനെ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ഉള്ളത് മന്തക്കര ഗണപതി ക്ഷേത്രത്തിന് മുൻപിലാണ്. ഇന്നലെ കാണുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇവിടുത്തെ പ്രതിഷ്ഠയായിട്ടുള്ള ശിവന്റെ പ്രതിഷ്ഠയാണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ദക്ഷിണ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൊന്നാണ്, ഏറ്റവും പുരാതനമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കൽപ്പാത്തി വിശാലാക്ഷി സമേത വിശ്വനാഥ ക്ഷേത്രം. പാർവതി സമേതനായ ശിവനാണ്. അതെ, മറ്റൊരു പേരിലാണ് അറിയപ്പെടുന്നത്. എല്ലാം ഉപദേവതകൾക്കും ആയുള്ള പേരാണ്. ശിവപാർവതിമാരുണ്ട്. അപ്പോൾ ഇവരെല്ലാം എന്താണ് പറയുക, കുടുംബസമേതം ഉത്സവ സമയത്ത്, അതായത് എല്ലാ വർഷവും നവംബർ 6-ാം തീയതി മുതൽ 16-ാം തീയതി വരെയാണ് പ്രധാനപ്പെട്ട ഉത്സവം നടക്കുന്നത്. അത് ദക്ഷിണേന്ത്യയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രോത്സവങ്ങളിൽ ഒന്ന് തന്നെയാണ്. ഏതാണ്ട് 1425-ൽ പണി കഴിപ്പിച്ച അതിപുരാതനമായിട്ടുള്ള ഒരു ക്ഷേത്രം. അതെ, നമുക്ക് ഇതുൾപ്പെടെയുള്ള ഒരുപാട് വാർത്തകളും വിശേഷങ്ങളും ഒക്കെ ഇവിടെ നിന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുണ്ട്. അപ്പൊ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം മോർണിംഗ് വാക്കിലേക്ക്. നമ്മളിപ്പോൾ നിൽക്കുന്നത് കൽപ്പാത്തിയിലാണെന്ന് പ്രേക്ഷകരോട് പറഞ്ഞല്ലോ അല്ലെ. അപ്പൊ നമുക്ക് ആദ്യം കൽപ്പാത്തിയിലെ വിശേഷങ്ങളിലേക്ക് തന്നെ പോകാം. കൽപ്പാത്തിയിൽ ഇന്ന് ദേവരഥ സംഘം Co-sponsored by UGS Gold Loan. സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്. അപ്പോ കൽപ്പാത്തിയിലെ ഈ അഗ്രഹാര വീഥികളിലൂടെ നടക്കുമ്പോൾ ഇതൊക്കെ എന്ത് തോന്നുന്നു? ഭയങ്കര പോസിറ്റീവ് എനർജി. രാവിലെ ഇങ്ങനെ സൂര്യൻ ഉദിച്ച്, ഇവിടെ നേരം വെളുത്ത് വരുന്നതേ ഉള്ളൂ. അപ്പം സൂര്യൻ ഉദിച്ച് വരുന്നതേ ഉള്ളൂ. അപ്പൊ എന്താ അമ്പലത്തിൽ നിന്നുള്ള പൂജകളുടെ ഒക്കെ വേറൊരു സുഖമുള്ള ഒരു അന്തരീക്ഷത്തിലാണ് നമ്മൾ ഇന്ന് മോർണിംഗ് വാക്കിന് ഇറങ്ങിയിരിക്കുന്നത്. പ്രേക്ഷകർക്ക് എല്ലാം മനസ്സിലാകുന്നത് പോലെ കൽപ്പാത്തിയിലെ ഈ അഗ്രഹാരങ്ങൾക്കൊക്കെ ഒരുപാട് ചരിത്രമുണ്ട്, വർഷങ്ങളുടെ ഒരു ചരിത്രമുണ്ട്. തമിഴ്നാട്ടിൽ നിന്നും കുടിയേറി വന്ന ബ്രാഹ്മണരുടെ അഗ്രഹാരങ്ങൾ ഒരുപാടുണ്ട് ഇവിടെ. ഓരോന്നും ഓരോ ഗ്രാമങ്ങളാണെന്ന് പറയാം. അപ്പോൾ അത്രമാത്രം പഴക്കമുള്ള ഒരു സ്ഥലത്തെ ക്ഷേത്രോത്സവത്തിന് ആ രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, കഥകൾ പറയാനുണ്ട്. അപ്പം നമുക്ക് നേരെ ഇന്നത്തെ എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളൊന്നാണ് ക്ഷേത്രോത്സവത്തിന് 3-ാം തേരുത്സവം എന്നാണ് ഈ 15-ാം തീയതി ഉത്സവം അറിയപ്പെടുന്നത്. നിഖിൽ പ്രമേഷാണെന്ന് തോന്നുന്നു അതിന് ഏറ്റവും കൂടുതൽ വിവരങ്ങളുമായി നമ്മളൊപ്പം ചേരാൻ പോകുന്നത്. നിഖിൽ, ഗുഡ് മോർണിംഗ് നിഖിൽ. അപ്പോൾ നിഖിൽ ഇവിടെ പാലക്കാടായിട്ട് കുറച്ച് വർഷങ്ങളായി. നിഖിലിന്റെ ആദ്യത്തെ തേരുത്സവം അല്ല ഇത്. അപ്പോൾ നിഖിൽ ഇന്നിപ്പോൾ 3-ാം തേരുത്സവം നടക്കാനിരിക്കുകയാണ്. ഒരുപാട് ആളുകൾ ഇവിടേക്ക് എത്തിച്ചേർന്നുകൊണ്ടേ ഇരിക്കുന്നു. ഇതിൽ ഇപ്പോൾ 1-ാം തേര്, 2-ാം തേര്, 3-ാം തേരിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് ഇന്ന്. 10 ദിവസം നീളുന്ന ഈ ഉത്സവത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം എന്ന് വേണമെങ്കിൽ പറയാം. എന്തൊക്കെയാകും ഇന്നത്തെ ഇവിടുത്തെ പ്രധാനപ്പെട്ട ചടങ്ങുകൾ, മറ്റു വിശദാംശങ്ങൾ? ഞാനിപ്പോ ആരോടെ ചോദ്യം ചോദിച്ചേ? അപ്പൊ നിഖിൽ പറയൂ. പിന്നെ ഇന്നിപ്പോ ഒരു വർഷത്തെ കാത്തിരിപ്പിന്, അതായത് കൽപ്പാത്തിയിലെ നിവാസികളുടേത് മാത്രമല്ല, പാലക്കാട്ടുകാരുടേത് മാത്രമല്ല, സത്യത്തിൽ ഇവിടെയും ഈ ഉത്സവത്തെയൊക്കെ പ്രേമിക്കുന്ന, ആഘോഷിക്കുന്ന എല്ലാവരുടെയും ഒരു വർഷത്തെ കാത്തിരിപ്പിനാണ് സമാപനമാകുന്നത്. ഇന്ന് കൃത്യം വൈകിട്ട് ഒരു 6 മണിക്ക് ഇവിടെ വെച്ച് ദേവരഥ സംഗമം നടക്കും. 5 രഥങ്ങളും. ഇതാണ് തേരുമുട്ടി. ഇവിടെയാണ് ഈ ദേവരഥ സംഗമം നടക്കുക. നമ്മളിപ്പോ ഈ നിൽക്കുന്ന സ്ഥലത്തൊക്കെ വൈകിട്ട് നമുക്കിങ്ങനെ എന്താ പറയാ, പൂഴിമണൽ ആകാശത്തേക്ക് ഇട്ടാൽ താഴെ വീഴാത്ത അത്രയും ആളുകൾ ഉണ്ടാവും. ഒന്നാമത് വളരെ ചെറിയൊരു സ്ഥലമാണ്, അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾക്ക് നിൽക്കുന്നതിനൊക്കെ പരിമിതിയുണ്ട്. നമ്മളിപ്പോൾ ഇങ്ങനെ വളരെ ഫ്രീ ആയിട്ട് നിൽക്കണം. പക്ഷെ വൈകുന്നേരം ആകുമ്പോഴേക്കും വലിയ തിരക്കായിരിക്കും. ഇവിടെ ആയിരിക്കും ഈ 5 രഥങ്ങളും ഇവിടെ വന്ന് സംഗമിക്കുക. അപ്പൊ അതൊരു ശിവപാർവതി സങ്കല്പമാണെങ്കിലും ഇവിടെയുള്ള ദേവതമാർക്കെല്ലാം മറ്റൊരു പേരാണ് വിശാലാക്ഷി. മന്തക്കര മഹാഗണപതി. അത് വിശാലാക്ഷി സമേത വിശ്വാസ സ്വാമി ക്ഷേത്രത്തിലെ 3 തേരുണ്ട്. ഈ ക്ഷേത്രമാണ് ഉത്സവനാഥൻ. അതായത് ഈ ഉത്സവത്തിന്റെ ഒരു നാഥൻ പറയുന്നത് നമ്മുടെ പുറകിലുള്ള ഈ ക്ഷേത്രമാണ്. പിന്നെ 14-15 തീയതികൾ 1-ാം തേരുത്സവം, 2-ാം തേരുത്സവം കുറച്ചും കൂടെ വണ്ടി, 3-ാം തേരുത്സവം, 2-ാം തേരുത്സവം, 3-ാം തേരുത്സവം. ഈ 3-ാം തേരുത്സവത്തിന്റെ പ്രത്യേകത അതെന്താണ്? ഈ ദേവരഥ സംഭവത്തിന്റെ പ്രത്യേകത എന്താണ്? അതായത് പ്രജിൻ, ഇപ്പോ ഈ 1-ാം തേരുത്സവത്തിന് ഇറങ്ങുന്ന തേരുകള്, 2-ാം തേരുത്സവത്തിന് ഇറങ്ങുന്ന തേരുകള്, 3-ാം തേരുത്സവത്തിന് ഇറങ്ങുന്ന തേരുകള്, ഈ എല്ലാ തേരുകളും ഈ
ഈ ഗ്രാമങ്ങളിലൂടെ മൊത്തം ഇപ്പൊ നമ്മൾ ഈ കാണുന്ന ഇവിടെ മാത്രമല്ല, ഇപ്പുറത്തുള്ള ഗ്രാമങ്ങളിലൊക്കെ സന്ദർശനം നടത്തി അവിടെയുള്ള ആളുകളൊക്കെ കണ്ട് അവർക്കൊക്കെ എന്താ പറയാ, അവരൊക്കെ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞ് ഏറ്റവും ഒടുവിൽ സംഗമിക്കുന്നത് ഇവിടെയാണ്. എല്ലാ രഥങ്ങളും ഇവിടുത്തെ ഈ ദേവതമാര് രഥത്തിൽ എഴുന്നള്ളി ഇവിടെയുള്ള ആളുകളൊക്കെ കണ്ട് ഗ്രാമങ്ങളിലുള്ള ആളുകൾക്കൊക്കെ അനുഗ്രഹ വർഷം ചൊരിഞ്ഞ് അവര് ഏറ്റവും ഒടുവിൽ സംഗമിക്കുന്ന സ്ഥലമാണ് ഈ ദേവരഥ സംഗമം നടക്കുന്നത് നമ്മുടെ തേരുമുട്ടി. അപ്പോൾ ഈ കൽപ്പാത്തിയെ സംബന്ധിച്ചത് വലിയൊരു ഉത്സവമാണ്. അതോടൊപ്പം തന്നെ പാലക്കാടിനെ സംബന്ധിച്ചും ഇത് വലിയൊരു ഉത്സവമാണ്. പാലക്കാട് ജില്ല നമ്മുടെ കേരളത്തിന്റെ നെല്ലറ എന്ന് അറിയപ്പെടുന്ന ആ ജില്ലയിൽ നടക്കുന്ന ഏറ്റവും വലിയ ഉത്സവം എന്നതിനപ്പുറം ഇതൊരു അതിർത്തി ജില്ല കൂടിയാണ്. അപ്പം സമീപ സംസ്ഥാനത്ത് നിന്ന് കൂടുതൽ ആളുകളൊക്കെ എത്തിച്ചേരും അല്ലേ? ഇപ്രാവശ്യം ഭയങ്കര കൂടുതലാണ് ആള്. നമ്മൾ കഴിഞ്ഞവണൊക്കെ കണ്ടതിനേക്കാളും വളരെ വളരെ കൂടുതലാണ്. ഇതൊരു റിലീജിയസ് ആയ ഒരു ഫെസ്റ്റിവൽ എന്നുള്ളതിനപ്പുറത്ത് ഇനിയിപ്പോ ഈ ഉത്സവം കഴിഞ്ഞാൽ ഒരു 10 ദിവസം കൂടെ ഈ 2 ഭാഗങ്ങളിലും കടകൾ ഉണ്ടാവും. ഇവിടെയൊക്കെ കടകളുണ്ട്, ഇങ്ങനെ നിറയും. ആളുകൾ ഒരു കാര്യമില്ല, ഉത്സവം കഴിഞ്ഞെങ്കിലും ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും, സാധനങ്ങൾ വാങ്ങിക്കും. ഞാനും ആദ്യമായിട്ടാണ് കൽപ്പാത്തിയിൽ ആൾക്കാരുടെ ബാഹുല്യം, അതിന്റെ തിരക്കിനെ കുറിച്ച് ഐഡിയ ഇല്ല. ഭയങ്കര ആളായിരിക്കും വെച്ചാൽ നമുക്ക് വൈകുന്നേരം ഒന്നും ഇതിലേക്ക് കടന്നു പോകുന്നത് അസാധ്യമായിരിക്കും, അത്ര ആളായിരിക്കും. ഒന്നാമത് ചെറിയ റോഡാണല്ലോ, വാഹനങ്ങളൊന്നും കടന്നു പോകാനൊന്നും പറ്റില്ല. ഇന്നിപ്പം 2 തേരായിരിക്കില്ലേ വലിക്കുക? അതെപ്പോഴായിരിക്കും തുടങ്ങുന്നത്? അതൊരു രാവിലെ ഒരു 11 മണിയോട് കൂടിയിട്ട് നമ്മുടെ ഈ ക്ഷേത്രത്തിന്റെ പുറകിൽ തന്നെയാണ് ഉള്ളത്. ആ ഒരു 11 മണിയോട് കൂടി ആരംഭിക്കും. അതോടെ ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട ചടങ്ങ് എന്ന് പറയുന്നത് പിന്നെ വൈകിട്ടാണ് ചടങ്ങുകളുള്ളത്. അതൊരു 5 മണിക്ക് ശേഷം ആരംഭിക്കും. പക്ഷെ അപ്പോഴേക്കും തന്നെ ഇവിടെ നല്ല തിരക്കായി മാറിയിട്ടുണ്ടാവും. പങ്കെടുക്കുക എന്നതാണ് വിശ്വാസികളുടെ മോക്ഷം കിട്ടും എന്നുള്ളൊരു വിശ്വാസം കൂടിയുണ്ട്. അത് തേര് വലിക്കുക എന്ന് പറയുന്നത് എന്താ പറയാ, എല്ലാവരുടെയും ഒരു വർഷത്തെ അവരുടെ ഒരു കാത്തിരിപ്പാണ്. അതിന് വ്രതമൊക്കെ എടുത്തിട്ടാണ് ആളുകൾ വരിക. ഈ മത്സ്യമാംസാദികളൊന്നും കഴിച്ച് ആളുകൾ വലിക്കില്ല. അവരൊരു വ്രതമൊക്കെ എടുത്ത്, ചിലപ്പോൾ ആഴ്ചകളുടെ വ്രതം എടുക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. ഒരു ദിവസത്തെ മാത്രം വ്രതം എടുത്ത് വന്ന് ഇത് തേര് വലിക്കുന്ന ആളുകളും ഉണ്ട്. അങ്ങനെ വളരെ ഭക്തി ആദരപൂർവ്വം അവരെ തേര് വലിച്ച് ആ സമയത്ത് തന്നെ അവര് എന്താ പറയാ, ഇവിടെയുള്ള സ്ത്രീകളൊക്കെ ആണെങ്കിൽ ഒരുമിച്ച് ഭക്തി ആദരപൂർവ്വം ഉറക്കെ പാട്ടുകൾ പാടിയും അങ്ങനെയൊക്കെയാണ് അവർ തേര് വലിക്കുക. അതൊരു രസകരമായിട്ടുള്ള കാഴ്ചയാണ്, കാണാൻ തന്നെ ഭയങ്കര ഭംഗിയുള്ള ഒരു കാഴ്ച കൂടി. അതിനൊക്കെയാണ് നമ്മൾ ഇന്നിപ്പോ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. എല്ലാ വർഷവും നവംബർ മാസം 6 മുതൽ 16 വരെ അങ്ങനെ മുഹൂർത്തമുണ്ട് അവർക്ക്. അത് നോക്കിയിട്ടാണ് തമിഴ് മാസത്തിന് 3 ദിവസമാണ് ഈ തേര് വലിക്കുന്നത്. കഴിഞ്ഞ തവണ ഒരു ദിവസം മാറിയിട്ടായിരുന്നു. അതായത് 16-ം തീയതി ദേവരഥ സംഗമം, 15-ന് 2-ാം തീയതി, 14-ന് 1-ാം തീയതി അങ്ങനെയായിരുന്നു. ഇന്നിപ്പം ഈ വർഷം ഒരു ദിവസം ഇങ്ങോട്ട് തള്ളിയിട്ടുണ്ട്. 13, 14, 15 അതോടുകൂടി ഇന്നത്തോടുകൂടി സമാപിക്കുകയായി. അപ്പൊ അതൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പോ ഈ അഗ്രഹാര ശരിക്കും എനിക്ക് തോന്നുന്നത് ഇങ്ങനെയുള്ള ഒരുപാട് അഗ്രഹാരങ്ങളുണ്ടല്ലോ അതിന് കൂടുതലുണ്ട്. പാലക്കാട് ജില്ലയിൽ തന്നെ കൃത്യമായ കണക്കില്ല, എന്നാൽ പോലും വളരെ കൂടുതലാണ്. ഏറ്റവും ഭംഗിയുള്ള അഗ്രഹാരം പറഞ്ഞ പ്രജീൻ ഇതൊന്നുമല്ല, നമ്മുടെ കൊടുന്തിരപ്പള്ളിയിൽ ഒരു അഗ്രഹാരമുണ്ട്, ഗംഭീരമാണ്. എന്ന് വെച്ചാൽ അല്ല അങ്ങനെയില്ല. അതിന്റെ കാരണം എന്താ വെച്ചാൽ മനോഹരമാണ്. പിന്നെ പക്ഷേ നമുക്ക് കുറച്ചുകൂടെ ഈ അഗ്രഹാരം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള ആ ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, അത് പക്കയായിട്ടുള്ള ഒരു സ്ഥലം. ഇവിടെ ഇപ്പൊ നിങ്ങൾ നോക്കി മിക്ക വീടുകളിലും വാഹനങ്ങളൊക്കെ ഉണ്ട്. വാഹനങ്ങൾ നിർത്തിടാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്. ഈ കൊടുത്തിരപ്പള്ളിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവര് ഒന്നും ചെയ്തിട്ടില്ല, ഒരു മാറ്റം വരുത്തിയില്ല. എങ്ങനെയാണോ നമ്മുടെ ഒരു മനസ്സിലുള്ള അഗ്രഹാരം എങ്ങനെയാണോ അതേപോലെ നമ്മുടെ പുതിയ മുഖമൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ളത് അവിടുത്തെ അഗ്രഹാരത്തിൽ. ആളുകളുടെ ധാരണ തമിഴ് ബ്രാഹ്മണ ശൈലി അത് അതേപോലെ പിന്തുടർന്ന് പോരുന്ന ഒരു സംവിധാനമാണ് അവിടെ ഉള്ളത്. അപ്പോ ഇതൊക്കെയാണ് നമ്മുടെ നടന്നു വന്നിട്ടുണ്ട്. നമ്മുടെ മോർണിംഗ് വാക്കിൽ എനിക്ക് തോന്നുന്നു ഇത്രയും ദൂരമായിട്ട് നമ്മൾ നടന്നു വന്നിരിക്കുകയാണ്. സത്യം പറയട്ടെ, സംസാരിച്ച് നടന്നുകൊണ്ട് അത്രയും ദൂരം നടന്നതൊന്നും അറിഞ്ഞില്ല അല്ലേ? അപ്പോൾ പ്രേക്ഷകരെ ഒരുപാട് വിശേഷങ്ങൾ ഇനിയും പറയാനുണ്ട്. ശരിക്കും ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന അത്രയും പഴക്കമുള്ള പുരാതനമായ ഒരു ക്ഷേത്രത്തിലെ ഉത്സവം, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിനമാണെന്ന്. ദേവരഥ സംഗമം നടക്കാൻ പോവുകയാണ്. എല്ലാ ദേവരഥങ്ങളും കൂടി ഒരു സ്ഥലത്ത് സംഗമിക്കുന്നു. അതാണ് അതിന്റെ പ്രത്യേകത. അതിൽ പങ്കെടുക്കുക എന്നുള്ളത് ഏറ്റവും വലിയൊരു കാര്യമായിട്ടാണ് വിശ്വാസികൾ കാണുന്നത്. എന്താണ്, ഭക്തജനസഹസ്രം നിറയും ഈ അഗ്രഹാര വീഥികളിൽ എന്നാണ് നിഖിൽ പ്രമേഷ് അല്പസമയം റിപ്പോർട്ട് ചെയ്തത്. അത് 700 വർഷത്തിലധികം പഴക്കമുണ്ട് ഇവിടുത്തെ ക്ഷേത്രത്തിനാണ് എന്നാണ് പറയപ്പെടുന്നത്. അപ്പം അത്രയധികം തന്നെ ഒരുപക്ഷെ ഈ തേരുത്സവത്തിനും പഴക്കമുണ്ടാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ നമുക്ക് വളരെ സങ്കടകരമായ ഒരു വാർത്ത കൂടി ഇപ്പോൾ വരുന്നത്, അതുമായി പ്രേക്ഷകരുമായി പങ്കുവെക്കാനാണ് നമ്മൾ ഇനി നോക്കുന്നത്. കണ്ണൂരിൽ നിന്നുമാണ് വാഹനാപകടത്തിന്റെ വാർത്ത. കേളകത്ത് നാടക സംഘം സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ട് 2 പേർ മരിച്ചു എന്നൊരു വാർത്ത വരുന്നത്. കൂടുതൽ പേർക്ക് പരിക്കുണ്ട്. സജോ ദേവസ്യ വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് ചോദിച്ചു. സജോ, ഈ പ്രഭാതത്തിൽ തന്നെ ഒരു സങ്കട വാർത്തയാണ് വരുന്നത്. എപ്പോഴായിരുന്നു ഈ അപകടം സംഭവിച്ചത്? എന്താണ് അപകടത്തിന് കാരണം എന്നത് വ്യക്തമാകുന്നുണ്ടോ? ആർക്കെങ്കിലും പരുക്കേറ്റിട്ടുണ്ടോ? കൂടുതൽ വിവരങ്ങൾ.
ഇന്ന് പുലർച്ചെ 4 മണിയോടുകൂടിയാണ് ഈ ദാരുണമായ അപകടം കണ്ണൂർ കേളകം മലയാമ്പടി എന്ന സ്ഥലത്ത് വെച്ച് ഉണ്ടാകുന്നത്. നാടക സംഘം കായംകുളം ദേവാ കമ്മ്യൂണിക്കേഷൻ എന്ന നാടക സംഘത്തിൽ ഉൾപ്പെട്ട ആളുകൾ സഞ്ചരിച്ച മിനി ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. അവർ ഈ നാടകം കഴിഞ്ഞതിന് ശേഷം വയനാട്ടിലേക്ക്, അതായത് ബത്തേരിയിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു. കായംകുളത്തു നിന്നുള്ള നാടക സംഘമാണ്. അതിനിടെയാണ് 2 ചുരം പാതയാണ് കണ്ണൂരിൽ നിന്ന് വയനാട്ടിലേക്ക് ഉള്ളത്. അതിൽ ഒരു പാത നിലവിൽ നവീകരണ പ്രവൃത്തി മൂലം അടച്ചിട്ടിരിക്കുകയാണ്. മറ്റൊരു പാത വഴിയാണ് പോകേണ്ടത്. അതുകൊണ്ട് അവർ ആദ്യം നെടുമ്പോയിൽ ഭാഗത്തേക്ക് എത്തുകയും പിന്നീട് പാൽച്ചുരം പാതയിലേക്ക് കടക്കുന്നതിന് വേണ്ടി ഒരു എളുപ്പ വഴി തിരഞ്ഞെടുക്കുകയുമായിരുന്നു. അതാണ് ഈ മലയമ്പടി റോഡ്. ആ പാത വഴി സഞ്ചരിക്കുമ്പോഴാണ് പുലർച്ചയോടുകൂടി ഈ അപകടം ഉണ്ടാകുന്നത്. മിനി ബസ് താഴ്ചയിലേക്ക് പതിച്ചു. ഈ മിനി ബസ്സിൽ 14 പേരാണ് യാത്ര ചെയ്തിരുന്നത്. അതിൽ 14 പേർക്കും പരിക്കേറ്റിട്ടുണ്ട്. 2 പേരുടെ മരണമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ദൗർഭാഗ്യകരമായ സംഭവമാണ്. അതിൽ കായംകുളം മുതുകുളം സ്വദേശി അഞ്ജലി, കരുനാഗപ്പള്ളി തേവലക്കര സ്വദേശിനി ജെസി മോഹൻ എന്നിവരാണ് മരിച്ചത്. ബാക്കി പരിക്കേറ്റവർ ഇപ്പോൾ ചികിത്സയിൽ തുടരുകയാണ്. 9 പേരെ കണ്ണൂരിലെ ബേബി മെമ്മോറിയൽ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഈ പുലർച്ചയോടുകൂടി, അതായത് അവർ ഈ ചുരം കയറി വളരെ വേഗത്തിൽ തന്നെ വയനാട്ടിലേക്ക് എത്തുക, ബത്തേരിയിലേക്ക് എത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് എളുപ്പ വഴി തിരഞ്ഞെടുത്തത്. അതൊരൽപ്പം ദുർഘടം പിടിച്ച പാതയായിരുന്നു. അതിനിടയിലാണ് ഈ ദൗർഭാഗ്യകരമായ സംഭവം ഉണ്ടായത്. അപകടം ഉണ്ടായി പിന്നാലെ തന്നെ അവിടെയുള്ള നാട്ടുകാരും മറ്റ് പോലീസും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും ഒക്കെ എത്തി ആണ് പിന്നീട് ഈ രക്ഷാപ്രവർത്തനം നടത്തിയത്. അതിനിടയിലാണ് 2 പേർക്ക് ജീവൻ നഷ്ടമായിരിക്കുന്നത്. ബാക്കിയുള്ളവരെ ഇപ്പോൾ എല്ലാവരും ആദ്യം സമീപത്ത് തന്നെയുള്ള വിവിധ ആശുപത്രികളിലായിരുന്നു പ്രവേശിപ്പിച്ചത്. പിന്നീട് അല്പം ഗുരുതര സ്വഭാവത്തിലുള്ള പരിക്കുള്ളത് കൊണ്ട് തന്നെ കണ്ണൂരിലെ ആശുപത്രിയിലേക്ക് ഇവരെ മാറ്റിയിട്ടുണ്ട്. സജോ ദേവസ്യാണ് വിശദാംശങ്ങൾ നൽകുന്നതിലും. കണ്ണൂർ കേളകത്താണ് ഈ വാഹനാപകടം ഉണ്ടായത്. 2 പേരുടെ മരണം സങ്കടം ഉണ്ടാക്കുന്ന വാർത്തയാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ നാടക സംഘങ്ങളൊക്കെ ഒരുപക്ഷെ നല്ല ആഘോഷപൂർവ്വം പോകേണ്ട ഒരു ഒരുപക്ഷെ നാടകം കഴിഞ്ഞ് മടങ്ങുന്നതിനിടെയാവാം ഈ അപകടം സംഭവിച്ചത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി ഇന്നത്തെ വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ വാർത്ത ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ 2 ദിവസങ്ങൾ, കാരണം ഉപതെരഞ്ഞെടുപ്പ് നടന്ന 2 ദിവസം കഴിയുന്നേ ഉള്ളൂ വയനാടും ചേലക്കരയും. ആ ദിവസം തന്നെ വന്ന ഒരു മാത്രമല്ല, നമ്മളിപ്പോ നിൽക്കുന്ന പാലക്കാട് ഇനി ചൂട് പിടിച്ചുള്ള പ്രചാരണം ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ സ്ഥാനാർത്ഥികളുടെ ചിത്രങ്ങളൊക്കെ പതിച്ചിട്ടുള്ള പോസ്റ്ററുകളൊക്കെ ഇവിടെ എല്ലാം ഉണ്ട്. അപ്പോ നമ്മൾ അതും മറന്നുകൂടാ. കൽപ്പാത്തി ഉത്സവം കഴിഞ്ഞ ശേഷം അടുത്ത ഉത്സവം നടക്കാൻ ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോ ഒരു മണ്ഡലം കൂടി ബാക്കിയുണ്ട് ഉപതെരഞ്ഞെടുപ്പിൽ. പക്ഷെ ആ സമയത്തും ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പോഴത്തെ വിഷയം എന്താണ്? അതായത് ഈ ചേലക്കരയിലും വയനാട്ടിലും ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അന്ന് വന്ന രാഷ്ട്രീയ ബോംബെന്ന് പറയുന്നത് EP ജയരാജന്റെ ആത്മകഥാ വിവാദമാണ്. 24 ആണ് ആ വാർത്ത പുറത്തു കൊണ്ടുവന്നത്. എന്തായാലും അതിപ്പോൾ CPM-നെ അല്പസ്വല്പം ഒന്ന് പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. ഈ വിഷയം ഇന്ന് CPM സംസ്ഥാന സെക്രട്ടറിയിൽ ചർച്ച ചെയ്യാൻ പോകുന്നു എന്ന വാർത്തകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. മാത്രമല്ല ആ യോഗത്തിൽ EP ജയരാജൻ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിൽ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല LDF കൺവീനർ സ്ഥാനത്തോട് മാറ്റിയതിനു ശേഷം അദ്ദേഹം പങ്കെടുക്കുന്ന ആദ്യ യോഗമാണ് എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഉമേഷ് ബാലകൃഷ്ണനാണ് കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചെയ്യുന്നത്. ഉമേഷ്, വെരി ഗുഡ് മോർണിംഗ്. മോർണിംഗ് വാക്കിലാണോ? അപ്പോൾ ആ വാക്ക് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ വാർത്തയിലേക്ക് കിടക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ വാർത്ത എന്ന് പറയുന്നത് CPM സംസ്ഥാന സെക്രട്ടറി ചേരുന്നു, EP പങ്കെടുക്കുന്നു, വിഷയം ആത്മകഥാ വിവാദം ചർച്ചയാകുമോ എന്നുള്ളതാണ്. എന്താണ് നമുക്കറിയാൻ കഴിയുന്ന വിവരങ്ങൾ? ഗുഡ് മോർണിംഗ് പ്രഭിത. എന്തായാലും മോർണിംഗ് വാക്ക് നമുക്ക് കൂടുതൽ നടക്കാൻ ഇന്ന് കഴിയില്ല. ഇന്ന് ചെറിയൊരു പരിമിതിയുണ്ട്. ഞാൻ ഇന്ന് റെയിൽവേ സ്റ്റേഷനിലാണ്. EP ജയരാജൻ ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തും. അദ്ദേഹത്തിന്റെ നേരിട്ട് പ്രതികരണം എടുക്കുക, രാവിലെ തന്നെ അദ്ദേഹത്തിന്റെ പ്രതികരണം എന്താണെന്ന് അറിയുക എന്നുള്ളതാണ് ഇന്നത്തെ ഉദ്യമം. അതുകൊണ്ട് തന്നെ നമ്മൾ റെയിൽവേ സ്റ്റേഷന്റെ പരിസരമെല്ലാം കാണിച്ചുകൊണ്ടുള്ള വാക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. എന്തായാലും ഇന്ന് ഏറ്റവും പ്രധാനമായ രാഷ്ട്രീയ CPM-നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുപ്രധാനമായ സെക്രട്ടേറിയറ്റ്, 2 തെരഞ്ഞെടുപ്പുകൾ, ഉപതെരഞ്ഞെടുപ്പുകൾക്ക് ശേഷം നടക്കുന്ന സെക്രട്ടേറിയറ്റ്, ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന സെക്രട്ടേറിയറ്റ്, ഒപ്പം അടുത്ത പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നു, അതിനുവേണ്ടി അവസാന ഘട്ടത്തിലുള്ള ഒരുക്കങ്ങൾ എന്നിവയെല്ലാം പ്രധാനമായി ചർച്ചയ്ക്ക് വരും. അതാണ് പ്രധാന അജണ്ടകൾ. പക്ഷേ കഴിഞ്ഞ ദിവസം EP ജയരാജന്റെ ആത്മകഥയിലെ പരാമർശങ്ങൾ അത് 24 പുറത്തുവിട്ടിരുന്നു. ആ ആത്മകഥയിലെ പരാമർശങ്ങളും DC ബുക്സിന്റെ കവർ പേജും എല്ലാം EP ജയരാജൻ നിഷേധിക്കുന്നുണ്ടെങ്കിലും ആ വിഷയത്തിൽ ഇന്ന് സെക്രട്ടേറിയറ്റിൽ തന്റെ നിലപാട് EP അറിയിക്കും. എന്തായാലും അദ്ദേഹം നേരത്തെ സ്വീകരിച്ച നിലപാട് തന്നെയായിരിക്കും സെക്രട്ടേറിയറ്റിൽ അറിയിക്കുക എന്നാണ് ഇതുവരെ മനസ്സിലാക്കുന്നത്. കാരണം ഇപ്പോൾ പുറത്തു വന്ന കാര്യങ്ങൾ താൻ എഴുതിയതോ താൻ കൈമാറിയ കാര്യമോ അല്ല. DC ബുക്സിനെ തന്റെ ആത്മകഥ പ്രസിദ്ധീകരിക്കാൻ താൻ ഏൽപ്പിച്ചിട്ടില്ല. ഈ കവർ പേജ് അടക്കം താൻ കണ്ടിട്ടേ ഇല്ലാത്ത കാര്യമാണ്. താൻ ആർക്ക് പ്രസിദ്ധീകരണം നൽകണമെന്ന കാര്യം പോലും ആലോചിച്ച് തുടങ്ങിയിട്ടില്ല എന്നാണ് EP എടുത്ത നിലപാട്. ഈ നിലപാട് തന്നെയായിരിക്കും സെക്രട്ടേറിയറ്റിൽ അറിയിക്കുക. അതിൽ മറ്റെന്തെങ്കിലും മാറ്റം ഉണ്ടാകുമോ, അതിലെന്തെങ്കിലും ചർച്ചകൾ ഉണ്ടാകുമോ എന്നുള്ളതായിരിക്കും ഏറ്റവും സുപ്രധാനം.
ക്ഷമിക്കണം. അതേസമയം ഈ വിഷയത്തിൽ ഒരുപക്ഷെ കൂടുതൽ ചർച്ചകളെല്ലാം നടക്കുക, അവലോകനം, അതായത് 3 ഉപതെരഞ്ഞെടുപ്പുകൾക്ക് ശേഷം, അതായത് പാലക്കാട് കൂടി കഴിഞ്ഞ ശേഷമായിരിക്കും ഒരു വിശദമായ ഒരു വിലയിരുത്തലിലേക്ക് പോവുക. പക്ഷേ ഇതിൽ ഏറ്റവും സുപ്രധാനം LDF കൺവീനർ സ്ഥാനത്തേക്ക് നിന്ന് മാറ്റിയ ശേഷം അദ്ദേഹം EP ജയരാജൻ നേരിട്ട് പങ്കെടുക്കുന്ന ഒരു സെക്രട്ടേറിയറ്റ് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. ഏതായാലും EP ചെറിയ പിണക്കമെല്ലാം പാർട്ടിയോട് തുടർന്നു പോയെങ്കിലും ഒടുവിൽ പാർട്ടിയോട് സഹകരിച്ച് വീണ്ടും സെക്രട്ടേറിയറ്റിലെല്ലാം പങ്കെടുത്ത് പാർട്ടിയിൽ സജീവമാകാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയിരുന്നു. അതിനിടെയാണ് ഈ ഒരു വിവാദങ്ങളെല്ലാം വന്നത്. എന്തായാലും ആ വിവാദങ്ങൾ അദ്ദേഹം സ്വീകരിച്ച നിലപാട് തന്നെ ഇന്നും സെക്രട്ടേറിയറ്റിൽ സ്വീകരിക്കും. അതിന്മേൽ മറ്റെന്തെങ്കിലും ചർച്ചകളോ മറ്റോ നടക്കാനുള്ള സാധ്യതയും ഇല്ല എന്നാണ് ഇപ്പോൾ അറിയുന്നത്. പ്രവിത. അപ്പോ ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങളുമായി ചേർന്നത്. അപ്പോൾ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ എന്തൊക്കെയാണ് വിഷയങ്ങൾ ചർച്ചയാകുന്നത്? EP അതിൽ എന്തെങ്കിലും മറുപടി പറയുമോ? ആ വിഷയം ചർച്ചയാകുമോ എന്ന് തന്നെ സംശയങ്ങളുണ്ട്. തെരഞ്ഞെടുപ്പ് കാലത്ത് പാർട്ടിയെ പ്രതിരോധത്തിലാക്കി എന്നുള്ള വാർത്തകളൊക്കെ പുറത്ത് വന്നിരുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ കൂടി നടക്കുന്ന യോഗമാണ്. അപ്പോൾ അത് ഏത് തരത്തിൽ പോകുമെന്നുള്ളത് നമുക്ക് അല്പസമയം കാത്തിരുന്നാൽ മനസ്സിലാകും. അപ്പൊ നമ്മുടെ നടത്തം എങ്ങനെ ഈ അഗ്രഹാര യുദ്ധം തുടരുകയാണ്. അപ്പോൾ പലയിടങ്ങളിലും ഈ എന്താണ് പറയുക, വീടിൽ നിന്നൊക്കെ ഉണർന്നു വരുന്ന ആൾക്കാർ ഈ കോലം വരയ്ക്കുന്നുണ്ട് പലയിടങ്ങളിലും. നമുക്കത് അല്പസമയം കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. വളരെ കൗതുകരമാണ്. നമുക്ക് ആദ്യമായിട്ട് കാണുകയാണല്ലോ ഇങ്ങനെ ആണല്ലേ. ഞാൻ നേരിട്ട് ആദ്യമായിട്ട് കാണുകയാണ്. നമ്മൾ TV-യിലൂടെ കണ്ടത് മാത്രമേ ഉള്ളൂ. അപ്പോൾ കോലം വരയ്ക്കുന്നത് നമുക്ക് കാണാം. എല്ലായിടങ്ങളിലും അങ്ങനെയുണ്ട്. അപ്പൊ ആ പഴമയുടെ അതൊക്കെ ഇപ്പോഴും അതുപോലെ കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട് വിശ്വാസത്തിന്റെ ഭാഗമായിട്ട്. അപ്പൊ പറഞ്ഞു വരുന്നത് ഒരുപാട് വിശേഷങ്ങൾ ഇനിയും പറയാനുണ്ട്. ഈ കാശി ക്ഷേത്രം നമുക്കറിയാം, ദക്ഷിണ കാശി എന്നറിയപ്പെടുന്നു കൽപ്പാത്തി. ശരിക്കും ഒരു പകുതി കാശി എന്ന് പറയാം. അതെ. മാത്രമല്ല കല്ലുകൾ പാകിയ പാടി എന്നും കൂടെ കൽപ്പാത്തി വരെ പല രീതികളിൽ ഒരുപാട് കഥകൾ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പറയാറുണ്ട്. നേരത്തെ പ്രവൃത്തി പറഞ്ഞ പോലെ 700 വർഷത്തെ പഴക്കമുണ്ടല്ലോ. 1425 പണിയെടുപ്പിച്ചതാണ്. അന്ന് തൊട്ട് ഇങ്ങോട്ട് പറയുന്ന ഒരുപാട് ചരിത്രമുണ്ട്, കഥകളുണ്ട്. അതിലേക്കൊക്കെ വരാം. കമന്റ് ബോക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ പ്രേക്ഷകർ പറയുന്നത് നോക്കാം. പ്രേക്ഷകരില്ല നമുക്കൊന്നുമില്ല. അപ്പോൾ നമ്മുടെ സ്ഥിരം പ്രേക്ഷകർ തന്നെ ഒരുപാട് പേരുണ്ട്. അപ്പൊ നമ്മുടെ ഈ എന്താ സാരിയും അതെന്റെ ചേട്ടനാ, എന്റെ ബ്രദറാണ്. ഞാൻ പോവാണ് കേട്ടോ. അപ്പൊ പ്രജന്റ് ഒക്കെ ഇഷ്ടപ്പെട്ടു, നമ്മുടെ ഈ വേഷം ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്ന ഒരുപാട് പ്രേക്ഷകരോട് പറയുന്നത്. നമ്മുടെ പേര് പ്രജിൻ ആണ്, പ്രവിതയാണ്, പ്രവീനല്ല, പ്രജിതയല്ല എന്ന് പറയുന്ന പ്രവിത. എന്റെ പേര് തെറ്റിച്ചു പറഞ്ഞു. ക്ഷമിക്കൂ. അപ്പം അങ്ങനെ ഒരുപാട് പ്രേക്ഷകരുടെ സുലൈമാൻ അബ്ദുൽഖാർ, ഗുഡ് മോർണിംഗ് പ്രാപ്ര. എല്ലാ കൂട്ടുകാർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നുണ്ട്. ഞങ്ങളും എല്ലാ പ്രേക്ഷകർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുകയാണ്. ഗുഡ് മോർണിംഗ് ടു ഓൾ എന്ന് റഷീദ് പറയുന്നുണ്ട്. അപ്പം എന്താ നമ്മൾ സുന്ദരിയും സുന്ദരനുമായി എന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് കമന്റ്സ് വരുന്നുണ്ട്. അങ്ങനെയാണല്ലോ നമ്മൾ. അപ്പോൾ പ്രേക്ഷകർ വെറുപ്പിക്കുന്നില്ല. നമ്മുടെ കമന്റ്സുകളൊക്കെ പോരട്ടെ. കൂടുതൽ പ്രഭാത വിശേഷങ്ങൾ, ഇന്ന് നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളൊക്കെ പറയുന്നത് വായിക്കാം.